അപ്പോൾ നമ്മുടെ ലിപ്സിൻ്റെ പെയിൻറ്റിങ് ഒരുവിധമായിട്ടുണ്ട്. ഇപ്പോഴത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ഫിനിഷിങ് വർക്കാണ് ചെയ്യാനുള്ളത്. ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു പടം എപ്പോൾ ഫിനിഷ് ചെയ്യുന്നതാണ്. കാരണം ഒരു പടം, ഒരു പെയിൻറ്റിങ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ വരച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് വേയിൽ ഒരു ബെസ്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പടം ഇന്ന് ഫിനിഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ സ്കിൻ ടോൺസിനെ കുറിച്ച് റെഫർ ചെയ്തു, സ്കിന്നിലെ ടെക്സ്റ്റേഴ്സിനെ കുറിച്ചിട്ട് കുറച്ചൊന്ന് റെഫർ ചെയ്ത് കുറേ ഫോട്ടോഗ്രാഫ്സ് നോക്കി സ്കിന്നിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം അങ്ങനെ മനസ്സിലായ കാര്യങ്ങൾ ഒരു ബുക്കിൽ ഞാൻ നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫിനിഷിങ് കാണാം പടത്തിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യാം, ഫിനിഷിങ് ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഓരോ പോർഷൻ എടുത്തിട്ട് അതിൽ മാക്സിമം പാറ്റേൺസ് അടിപൊളിയാക്കി ലൈറ്റ് ആൻഡ് ഷാഡോ കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചുണ്ടിൻ്റെ ഈ ഒരു പോർഷൻ മുതൽ ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അത് പല പാറ്റേണിൽ പല ഓർഡറിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ഓർഡർ ഇതാണ്. ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് സ്കിന്നിൽ ചെറിയ ചെറിയ ഇങ്ങനെ കുഴികളും ചെറിയ ചെറിയ ഹമ്പുകളും ഒക്കെ പോലെയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പൊന്തി നിൽക്കുന്ന ഭാഗത്ത് ഹൈലൈറ്റ് കൊടുത്തിടും. ഇതാണ് ഹൈലൈറ്റ്. അത് വെച്ചിട്ട് ഒരു കുറച്ച് പാറ്റേൺ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് ഫസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനൊരു ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടാവും. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനൊരു ലൈറ്റ് ആൻഡ് ഷാഡോ കൊണ്ടുവരിക. വേണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഡാർക്ക് ടോൺ വയ്ക്കാം. ഇങ്ങനൊരു പാറ്റേണിലായിരിക്കും ഇത് കണ്ടോ. ഇങ്ങനൊരു പാറ്റേണിലായിരിക്കും സ്കിൻ ടോൺ നമ്മൾ ചെയ്യാൻ പോവുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഈ വീഡിയോ ടൈം ലാപ്സ് ആക്കാൻ പോവുകയാണ്. കാരണം ഇനി ഒരുപാട് മണിക്കൂറുകൾ നീളുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഫുള്ള് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മെമ്മറി കാർഡ് തീരും. ഓൾറെഡി എൻ്റെ ഹാർഡ് ഡിസ്കിൽ ഫുള്ളായിട്ടിരിക്കുക സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് ഫുൾ ടൈം ലാപ്സ് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഒരു ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി എക്സിബിഷൻ്റെ ആ ഒരു സമയം എടുക്കുമ്പോഴാണ് നമ്മളിത് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്യുക. സൈൻ ഇടാനുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈലൈറ്റൊക്കെ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് കൊടുക്കും. അപ്പോഴാണ് ആ പെയിൻറ്റിങ് എക്സിബിഷൻ വയ്ക്കുന്ന സമയത്ത് കുറച്ച് നല്ല രീതിയിൽ പെയിൻറ്റിങ് ഒന്ന് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെയിൻറ്റിങ്.